അവസാനത്തെ ഇലക്ഷനാണ് ബഹുമാനായ പിണറായി സാഹിബ്. ഇത് അവസാനത്തെ ഇലക്ഷന് നിങ്ങൾ എന്റെ നേരെയുള്ളതങ്ങ് വിട്ടിട്ടേ നിങ്ങൾ ഈ നാടാണ് ശ്രദ്ധിക്കുക. CPM-ന്റെ അവസാന നാളുകളിലേക്ക് CPM-നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നേതൃത്വം. പാവപ്പെട്ട ബേബിക്കൊന്നും ചെയ്യാനില്ല. ഞങ്ങളെയൊക്കെ നേരിടാൻ മുഖ്യമന്ത്രിയെ തന്നെ പറഞ്ഞയക്കേണ്ട വല്ല കാര്യമുണ്ടോ? മുഖ്യമന്ത്രി വിചാരിച്ചാൽ നേരിടാൻ പറ്റുമോ? അദ്ദേഹം സത്യങ്ങൾ കാണണം. സത്യമല്ല കാണുന്നത്. അദ്ദേഹം ഇങ്ങനെ ആയിട്ട് കുറെ കാലായി. അതുകൊണ്ടിത് അവസാനത്തിന്റെ ആരംഭമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ സ്വയം വിമർശനത്തിന് വേണ്ടി ഞങ്ങൾ പറയുന്നതാണ്. ഒരു ടോർച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് അടിക്കാൻ വേണ്ടി പറയുന്നതാണ്, നശിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വേണം. അത് കോൺഗ്രസ്സുകാർ തന്നെ പറയാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം, കോൺഗ്രസും വേണം, അത് UDF LDF വേണം. അതെല്ലാം സെക്യുലർ പാർട്ടികളാണ് അത് മുഴുവൻ. കേരളം മൊത്തം തോറ്റാലും കുഴപ്പമില്ല, അമ്പലപ്പുഴ പിടിക്കണമെന്ന് പറയും. അപ്പോൾ മൂന്നാം മുഴുവൻ അങ്ങനെ കിട്ടാം. പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ ആലോചനയില്ലാതെ പറയുകയാണ്. കണ്ണീരും രക്തവുമാനുണ്ടായ തങ്കപ്പട തലയാളത്താണ് കൊണ്ടുപോയത് RSS. ഓം കാളി ഭദ്രകാളി പിടിച്ച് രാത്രി 3 മണിക്ക് മങ്ങോമ്പ് ഭാരത്തെ കൊണ്ടുവെക്കുന്നു. രാവിലെ ആൾ കാണുന്നത് കബന്ധമില്ല, ശരീരമില്ലാത്ത ശിരസ് മാത്രം. ചെളുക്കുണ്ടിൽ വീടിരിക്കുകയാണ്. ചെളുക്കുണ്ടിലാണ് താഴ്ന്നു പോകും. ചെളുക്കുണ്ടിൽ വീണവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെടിയിൽ ചവിട്ടി താഴ്ത്തും എന്നാണ് ഈ പറഞ്ഞ മലയാളം. അപ്പൊ ഇതുപോലൊക്കെയുള്ള അഗ്നി പരീക്ഷണങ്ങൾ നേരിട്ട് CPM-ന്റെ താലൂക്ക് സെക്രട്ടറിയായി പ്രവർത്തിച്ച എന്നോട് കുട്ടനാട് കണ്ടിട്ടുള്ളതല്ലാതെ അവിടുത്തെ ഒരു വരമ്പത്തും കൂടി ഒരിക്കൽ പോലും നടക്കാതെ പിണറായി വെല്ലുവിളിക്കാൻ വരരുത്. ആലപ്പുഴ ഇരുതല മൂർച്ചയുള്ള ആയുധമാണ്. ആലപ്പുഴ പിരിഞ്ഞും വിട്ടു. ഇത് ഓർത്തോട്ടോ. എന്ത് രക്തസാക്ഷി. ഞങ്ങളുടെ കാര്യം നടക്കട്ടെ. ഈ തിങ് ക്യാൻ ബി മെറി, ടുമാറോ ഇസ് നോട്ട് അവേ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നാളെ നമ്മുടേതല്ല. ഈ സിദ്ധാന്തമല്ലേ ഇത്? മാർക്സ് സിദ്ധാന്തമല്ല, ഡെമോക്രാറ്റിക് ലിബറൽ സിദ്ധാന്തമല്ല. ഇതൊരു തരം എപ്പിക്യൂറിയൻ എന്ന് പറഞ്ഞാൽ തീറ്റിപ്പണ്ണങ്ങളുടേതായ ഒരു സിദ്ധാന്തമാണ്. നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ വാണരുളുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവർകളെ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശ്വാസ്യതയോ പഠിപ്പിക്കേണ്ടതില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശുദ്ധി നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ആവശ്യമില്ല. ആലപ്പുഴ ജില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രക്തവും ജീവനും കൊടുത്തു തന്നെയാണ് പടുത്തുയർത്തിയത്. പാവപ്പെട്ട സഖാക്കളുടെ അസ്ഥിവാരം, പാവപ്പെട്ട രക്തസാക്ഷികളുടെ അസ്ഥിവാരം വരെ തോണ്ടുന്ന നിലയിലേക്ക് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ആലപ്പുഴയിലെ പാർട്ടിയെ കൊണ്ടുചെന്നെത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പൊളിറ്റിക്കൽ ക്രിമിനൽസായ സജി ചെറിയാനും H സലാമും തന്നെയാണ് എന്നാണ് G സുധാകരൻ അമ്പലപ്പുഴയിൽ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ തുറന്നടിച്ചത്. പിണറായി വിജയന്റെ ഉമ്മാക്കി കാണിച്ച് എന്നെ ഭയപ്പെടുത്താം എന്ന് വിചാരിക്കേണ്ട. കൊലപാതക രാഷ്ട്രീയത്തെ അതിജീവിച്ചുകൊണ്ട് കൊലപാതകികളോട് നേർക്ക് നേർ നിന്ന് പൊരുതിക്കൊണ്ട് തന്നെയാണ് താൻ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് എന്നാണ് പിണറായി വിജയനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് G സുധാകരൻ വിമർശിച്ചത്. നിങ്ങൾ കേരളത്തിന്റെ വികാരമാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ, കേരളത്തിലെ അടിസ്ഥാന വർഗത്തിന്റെ, അധസ്ഥിത വർഗത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കാനും ഭരിക്കാനും പഠിക്കണം. അല്ലാതെ ബൂർഷാ മുതലാളികൾക്ക് വേണ്ടി അവരുടെ ചുവട് പിടിച്ചുകൊണ്ട് അവരെ പോലെ ആകാൻ വേണ്ടി കുത്തക മുതലാളിമാരായി നിങ്ങൾ മാറാൻ ശ്രമിക്കരുത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയമാണ് സൂചിപ്പിക്കുന്നത്. G സുധാകരനെ തോൽപ്പിക്കുക എന്നുള്ള ഒറ്റ ചെറിയ കാര്യത്തിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്നു ഇന്ത്യയിലെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിണറായി വിജയൻ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് ഏറെ ആശങ്കാജനകമാണ്. അത് ആശാവഹമല്ല എന്ന് തന്നെയാണ് സുധാകരൻ പറഞ്ഞത്. കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനവും വലതുപക്ഷ പ്രസ്ഥാനവും നിലനിൽക്കണം. ഇവയെല്ലാം സെക്യുലർ പാർട്ടികൾ തന്നെയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം പാർട്ടികൾ നിലനിന്നേ മതിയാകൂ. എന്നാൽ ഏകാധിപത്യ പ്രവണതയോടുകൂടി പാർട്ടിയിൽ ഹിറ്റ്ലറിസവും മുസോളിനിസവും കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ പാർട്ടിയെ ബലി കഴിക്കുന്ന രീതിയിൽ പിണറായി വിജയൻ ഇങ്ങനെ ഭരിക്കുന്നത് ഒരു കാരണവശാലും ആശാവഹമല്ല. രക്തസാക്ഷികൾ പിറന്ന മണ്ണാണ് ഇത്. രക്തസാക്ഷികളുടെ പാവനതയും വിശുദ്ധിയും പിണറായി വിജയൻ എന്നെ പഠിപ്പിക്കേണ്ടതില്ല. എന്നെ ചെളിയിൽ ചവിട്ടി താഴ്ത്തും എന്ന പിണറായി വിജയന്റെ വമ്പുകൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഉമ്മാക്കി കേട്ടുകൊണ്ട് ഭയപ്പെട്ട് വീട്ടിലിരിക്കുന്ന ആളല്ല G സുധാകരൻ. G സുധാകരൻ കൊലപാതക രാഷ്ട്രീയത്തിന്റെ തിക്ത അനുഭവങ്ങൾ മനസ്സിലാക്കി തന്നെയാണ്, അവർക്കെതിരെ പോരാടിയാണ് ആലപ്പുഴയിൽ CPM-നെ നയിച്ചത് എന്നാണ് G സുധാകരൻ തന്റെ പ്രസംഗത്തിൽ ഉടനീളം പിണറായി വിജയനെയും സജി ചെറിയാനെയും H സലാമിനെയും എല്ലാം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വിമർശിച്ചത്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇതുപോലെ അപജയം നേരിട്ട മറ്റൊരവസ്ഥയുണ്ടായിട്ടില്ല എന്ന് തന്നെ G സുധാകരൻ പറയുമ്പോൾ, കേരളത്തിൽ 139 മണ്ഡലത്തിൽ തോറ്റാലും കുഴപ്പമില്ല,
ജി സുധാകരനെ അമ്പലപ്പുഴയിൽ തറപറ്റിക്കണം, അതാണ് തങ്ങളുടെ പ്രസ്റ്റീജ് മണ്ഡലം എന്ന് പിണറായി വിജയനും എം വി ഗോവിന്ദനും എല്ലാം പറയുമ്പോൾ എന്താണ് ഈ പാർട്ടിയുടെ അടിസ്ഥാന തത്വം എന്നാണ് ആലോചിക്കേണ്ടിയിരിക്കുന്നത്. 3.0 ആവർത്തിച്ച് തുടർ ഭരണം മൂന്നാം ഊഴം നിലനിർത്തും എന്ന് പറയുന്ന പിണറായി വിജയനും CPM ജി സുധാകരനെ മാത്രം തോൽപ്പിക്കുകയും 130 മണ്ഡലത്തിൽ തോറ്റാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ, എവിടെ നിന്നാണ് ഇവർ 3.0 തുടർ ഭരണം നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്, പരിഹാസദ്യോതകമായ ചോദ്യം തന്നെയാണ് ജി സുധാകരൻ ജനങ്ങൾക്ക് മുന്നിൽ ഉയർത്തി കാണിച്ചത്. ആലപ്പുഴയിലെ ജനങ്ങൾക്ക് എനിക്കറിയാം, കുട്ടനാട്ടിലെ ജനങ്ങളെ എനിക്കറിയാം. കുട്ടനാട് ആലപ്പുഴ എന്നിവർ കേട്ടിട്ടില്ലാതെ കുട്ടനാട്ടിലെ ഏതെങ്കിലും ഒരു പാടവരമ്പിലൂടെ നടവരമ്പിലൂടെ ഇവർ നടന്നിട്ടുണ്ടോ? ചെളി പുരണ്ട ഏതെങ്കിലും നടവഴികളിലൂടെ ഇവർ നടന്നിട്ടുണ്ടോ? നടവരമ്പിലൂടെ നടന്നിട്ടുണ്ടോ? അടിസ്ഥാന വർഗത്തിന്റെ, അടിയാള വർഗത്തിന്റെ, അധസ്ഥിത വർഗത്തിന്റെ, തൊഴിലാളി വർഗത്തിന്റെ ഏതെങ്കിലും മനോവികാരങ്ങൾ ഇവർക്കറിയാമോ? അടിസ്ഥാന പ്രശ്നങ്ങൾ ഇവർക്കറിയാമോ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചെങ്കൊടി ആലങ്കാരികമായി കയ്യിൽ ഉയർത്തിയാൽ കമ്മ്യൂണിസ്റ്റുകാരനാവില്ല. അതിന് കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ രക്തവും നീരും അവനവന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് സുധാകരൻ തുറന്നടിച്ചത്. താൻ തന്റെ കണ്ണീരും രക്തവും കൊടുത്ത് പടുത്തുയർത്തിയ പാർട്ടിയുടെ ഭാഗമായി നിന്ന ആളാണ്. എന്നെ പിണറായി വിജയൻ ഭയപ്പെടുത്താൻ വരണ്ട എന്ന് തന്നെയാണ് ജി സുധാകരൻ ആലപ്പുഴയിൽ ഒരു പൊതു വേദിയിൽ സംബന്ധിച്ച് പ്രസംഗിച്ചപ്പോൾ പിണറായി വിജയനെതിരെയും ഇന്നത്തെ കേരളത്തിലെ പൊളിറ്റിക്കൽ ക്രിമിനൽസായ സജി ചെറിയാനെയും H സലാമിനെയും എല്ലാം പേരെടുത്തുകൊണ്ട് വിമർശിച്ചത്. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പിണറായി വിജയനെതിരെയും H സലാമിനെതിരെയും സജി ചെറിയാനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എന്ത് രക്തസാക്ഷി, ഞങ്ങളുടെ കാര്യം നടക്കട്ടെ. ഈ തിങ് ആൻഡ് ബി മെറി, ടുമാറോ ഇസ് നോട്ട് അവേ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ നമ്മുടേതല്ല. ഈ സിദ്ധാന്തമല്ലേ ഇത്? മാസ സിദ്ധാന്തമല്ല, ഡെമോക്രാറ്റിക് ലിബറൽ സിദ്ധാന്തമല്ല. ഇതൊരു തരം എപ്പിക്യൂറിയൻ എന്ന് പറഞ്ഞാൽ തീറ്റിപ്പണ്ണങ്ങളുടേതായ ഒരു സിദ്ധാന്തമാണ്. ഇതിനാണ് പലരും വിശ്വസിക്കുന്ന ഇടതുപക്ഷത്തിൽ. അതിന്റെ നാശമാണിത്. ഈ നിലയിൽ തിരുത്താൻ തയ്യാറുണ്ടെങ്കിൽ അവസാനത്തെ ഇലക്ഷനാണ് ബഹുമാനായ പിണറായി സാഹിബ്. ഇത് അവസാനത്തെ ഇലക്ഷന് നിങ്ങൾ എന്റെ നേരെയുള്ളതങ്ങ് വിട്ടിട്ടേ നിങ്ങൾ ഈ നാടനാണ് ശ്രദ്ധിക്കുക. മൂന്നാം ഊഴം കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അതൊന്നും പറയുന്നില്ല. കേരളം മൊത്തം തോറ്റാലും കുഴപ്പമില്ല, അമ്പലപ്പുഴ പിടിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ മൂന്നാം ഊഴം എങ്ങനെ കിട്ടുക? പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ, ആലോചനയില്ലാതെ പറയുകയാണ്. CPM അവസാന നാളുകളിലേക്ക് CPM നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നേതൃത്വം. പാവപ്പെട്ട ബേബിക്കൊന്നും ചെയ്യാനില്ല. ഞങ്ങളെയൊക്കെ നേരിടാൻ മുഖ്യമന്ത്രിയെ തന്നെ പറഞ്ഞയക്കേണ്ട വല്ല കാര്യമുണ്ടോ? മുഖ്യമന്ത്രി വിചാരിച്ചാൽ നേരിടാൻ പറ്റുമോ? അദ്ദേഹം സത്യങ്ങൾ കാണണം. സത്യമല്ല കാണുന്നത്. അദ്ദേഹം ഇങ്ങനെ ആയിട്ട് കുറെ കാലായി. അതുകൊണ്ടിത് അവസാനത്തിന്റെ ആരംഭമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ സ്വയം വിമർശനത്തിന് വേണ്ടി ഞങ്ങൾ പറയുന്നതാണ്. ഒരു ടോർച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് അടിക്കാൻ വേണ്ടി പറയുന്നതാണ്, നശിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വേണം. അത് കോൺഗ്രസ്സുകാർ തന്നെ പറയാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം, കോൺഗ്രസും വേണം, അത് UDF LDF വേണം. അതെല്ലാം സെക്യുലർ പാർട്ടികളാണ് അത് മുഴുവൻ. മനസ്സിലായില്ലേ? അപ്പോ അദ്ദേഹം ചെയ്ത വേറൊരു ഉപകാരം ഇന്നത്തെ പ്രസംഗത്തിൽ ഞാൻ BJPയുടെ പിന്തുണയോടെ മത്സരിക്കുന്നത്. അപ്പൊ BJPക്കാരെല്ലാം എനിക്ക് വോട്ട് ചെയ്യാൻ പുള്ളി പറഞ്ഞിരിക്കുക. മുഖ്യമന്ത്രി പറയാണ് സകല BJPക്കാർ സുധാകരൻ കൊടുത്തോണം. എങ്ങനെയുണ്ട്? നമ്മുടെ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല BJP വോട്ട്. എന്നതൊക്കെ പത്രത്തിലുണ്ടെന്ന്. അപ്പൊ ഇതൊക്കെയാണ്. ഇപ്പൊ ഞാൻ BJPയുടെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥിയാണ്. ചെളുക്കുണ്ടിൽ വീടിരിക്കുകയാണ്. ചെളുക്കുണ്ടിലങ്ങ് താഴ്ന്നു പോകും. ചെളുക്കുണ്ടിൽ വീണവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെളിയിൽ ചവിട്ടി താഴ്ത്തും എന്നാണ് ഈ പറഞ്ഞ മലയാളം. കുട്ടനാട്ടിൽ പോലും ഞാൻ ചെളിയിൽ വീണിട്ടില്ല. ചെളിയിൽ കൂടെ നടന്നപ്പോഴും ചെളിയിൽ വീണിട്ടില്ല. വരമ്പത്തിൽ ഞാൻ കാലടവി വീണിട്ടില്ല. 3.5 വർഷമാണ് അവിടെ. കണ്ണീരും രക്തവുമാണ് ഉണ്ടായത്. തങ്കപ്പട തലയാളത്താണ് കൊണ്ടുപോയത്. 6 ദിവസമാണ്. ഓം കാളി ഭദ്രകാളി വിളിച്ചാൽ രാത്രി 3 മണിക്ക് മങ്ങോമ്പ് ഭാരത്തെ കൊണ്ടുവെക്കുന്നു. രാവിലെ ആൾ കാണുന്നത് കബന്ധമില്ല, ശരീരമില്ലാത്ത ശിരസ് മാത്രം. ഇപ്പൊ 6 ദിവസം അതൊക്കെ നിർത്തി. തെറ്റായി പോയെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ നടന്നത് ഞാൻ നേരിട്ടവരാണെന്നാണ് പറഞ്ഞത്. നേരിട്ടവരാണ്. ആ തലയാളത്തെ കൊണ്ടുപോയവർ ലോകത്ത് എവിടെയെങ്കിലും ഇത് ജീവിച്ചിരിപ്പുണ്ടോ? ഈ നാട്ടിലത് എവിടെയോ പോയി, അവിടെ കാണാനില്ല. അപ്പൊ ഇതുപോലെയൊക്കെയുള്ള അഗ്നിപരീക്ഷണങ്ങൾ നേരിട്ട് CPM താലൂക്ക് സെക്രട്ടറിയായി പ്രവർത്തിച്ച എന്നോട് കുട്ടനാട് കണ്ടിട്ടുള്ളതല്ലാതെ അവിടുത്തെ ഒരു വരമ്പത്തുകൂടി ഒരിക്കൽ പോലും നടക്കാതെ പിണറായി വെല്ലുവിളിക്കാൻ വരരുത്. ആലപ്പുഴ ഇരുതല മൂർച്ചയുള്ള ആയുധമാണ്. ആലപ്പുഴ പിരിഞ്ഞും വിട്ടു. ഇത് ഓർത്തോട്ടോ. സാധാരണ ജില്ലയല്ലത്. പാവപ്പെട്ട തൊഴിലാളികളുടെ മാറൽ വെടിയേറ്റ് അവരുടെ അസ്ഥി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇതിന്റെ അടിത്തറ. ആ അസ്ഥിവാരം നിങ്ങൾ തോണ്ടി, സജി ചെറിയാനെയും സലാമിനും ഉപയോഗിച്ച അസ്ഥിവാരം നിങ്ങൾ തോണ്ടി അവിടെ വാഴപ്പെട്ടി കുഴിച്ചിട്ട് നിങ്ങൾ
അതിന് പകരം നശിപ്പിച്ചു ഇതിനെ. പാർട്ടിക്ക് ഏറ്റവും കുറച്ച് സ്വാധീനമുള്ള സ്ഥലമാണ് ഈ ചെങ്ങന്നൂര്. 55% വോട്ട് കിട്ടേണ്ട NDAക്ക് അവിടെ എത്രയാ? വെറും 24% ഉള്ളൂ. 36-44 ഏതാണ്ട് 22% NDAയുടെ വോട്ടേഴ്സ് സജീച്ചറിയാൻ ഇതിൽ കിടപ്പുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എത്രയാ? 10-20% ഉള്ളൂ. BJPയുടെ 6% വോട്ട് കൊണ്ട് തന്നെയാണ് എപ്പോഴും അയാൾ ജയിക്കുന്നത്. ചെങ്ങന്നൂരിൽ നിരന്തരമായി BJPയും RSSുമായി സ്റ്റേറ്റ് നേതാവും മന്ത്രിയുമായി സ്റ്റേറ്റിനെ ഉണ്ടാക്കിയിരിക്കുന്ന കൂട്ടുകെട്ടും പ്രകടമായിട്ടുള്ള തെളിവുകളും അന്വേഷിക്കാൻ തയ്യാറുണ്ടോ? അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറുണ്ടോ? ആലപ്പുഴ ജില്ലയിലെ ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ തലവനായ സജി ചെറിയാനെ നല്ലവനാണെന്നാണ് പറയുന്നത്. 63 വർഷം പാർട്ടിയെ ഒന്നും ചതിക്കാതെ പോകുന്നത് ഞാൻ മോശക്കാരൻ. തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി അല്ല ഇപ്പോൾ. വർഗവത് എഴുതി വെച്ചാലുള്ളതാവും ഇല്ല. കർഷക വർഗത്തിന്റെ അല്ല, സാമ്പത്തിക ശേഷ പ്രമാണി വർഗത്തിന്റെയും പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെയും പാർട്ടിയായിട്ട് മാറി. അത് പാർട്ടിയുടെ കുറ്റമല്ല, കുത്തി നിറച്ചതാണ് ഇഷ്ടക്കാര്. ശുദ്ധീകരിക്കാൻ ആരും വിചാരിച്ചാലും നടക്കില്ല. കാരണം താഴെ നിന്ന് വളർന്നു വരുന്നതെല്ലാം സഹി